കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിൽ രണ്ടാമത്തെ ജഡ്ജും പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റിന് പിന്നാലെ ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ഹർജി പരിഗണിക്കും. ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് ജില്ലാ ജഡ്ജിയായിരിക്കെ ജീവനക്കാരൻ മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന്. വിപിൻ, രണ്ടാമത്തെ ജഡ്ജിന്റെയും പിന്മാറ്റം, വിവരങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഇപ്പോൾ ഹൈക്കോടതിയിൽ നടി ഹർജിയായി നൽകിയിരുന്നത്. അതിൽ ഒന്ന്, ഒരു SIT അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം. ഇപ്പോഴുള്ള കുറ്റപത്രം അത് റദ്ദ് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷണം, പുനരന്വേഷണം ഈ കേസിൽ വേണമെന്നുള്ളതായിരുന്നു. മറ്റൊന്നുള്ളത്, ആഷ് വാല്യൂ മെമ്മറി കാർഡിന്റേത് 3 തവണ മാറി എന്നുള്ളത് ഒരു ആക്ഷേപമുണ്ട്. ഇതിൽ കൂടുതൽ ഒരു പുനരന്വേഷണം, കോടതിയിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി നടക്കണമെന്നുള്ളതായിരുന്നു. ഈ രണ്ടാവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഒരു തവണ ഈ ആഷ് വാല്യൂ മാറിയിരിക്കുന്നത് അത് ജില്ലാ കോടതിയിലെ ഒരു ജീവനക്കാരന്റെ ഭാഗത്തു നിന്നാണെന്നായിരുന്നു നടിയുടെ പ്രധാനമായിട്ടുള്ള ആക്ഷേപം. ആ സമയത്ത് അവിടെ ജഡ്ജി കൌസർ എടപ്പകത്തായിരുന്നു. അദ്ദേഹത്തെയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്ന് മൊഴിയെടുക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിലാണ് അതേ ആവശ്യം വെച്ചുള്ള ഒരു ഹർജി വരുന്നത്. അതൊരു ധാർമ്മിക പ്രശ്നമായി കണ്ടുകൊണ്ട് അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കൌസർ എടപ്പകത്ത് മാറുന്നു. ഇതിനു മുൻപ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും സമാനമായിട്ടും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹവും മാറുകയായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഈ കേസിൽ നിന്ന് മാറിയിരിക്കുന്നു. സ്വാഭാവികമായും അടുത്ത ദിവസം തന്നെ ഒരു ബെഞ്ച് ഇതിനായിട്ട് ഒരു ബെഞ്ച് ഉണ്ടാക്കുകയും അതിലായിരിക്കും ഈ കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ധാർമ്മികമായിട്ടുള്ള വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൌസർ എടപ്പകത്തും ഈ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.